നമസ്കാരം ടീച്ചർമാർ. ഈ മാസത്തെ പോഷന്മാർ 1 to 30 സെപ്റ്റംബർ വരെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കുറേ പരിപാടികളുണ്ട്. നമ്മൾ ഓൾറെഡി PDF ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ പ്ലാന്റേഷനാണ്. അതായത് മരം നടുക എന്നുള്ളത്. അതിൽ നമ്മുടെ അമ്മയുടെ പേരിലൊരു മരം നടുക എന്നുള്ള തീമിലാണ് 2024 ഓഗസ്റ്റ് 31 രാവിലെ 10 തൊട്ട് 11:30 ഇടയിൽ മരം നടേണ്ടത്. അപ്പോൾ അതോടനുബന്ധിച്ച് എല്ലാ ടീച്ചർമാരും അംഗൻവാടിയിൽ കറക്റ്റായിട്ട് മരം നടുക. അതിൻ്റെ ഫോട്ടോ പോഷൻ അഭിയാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും വേണം. അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ഓൾറെഡി വാട്സപ്പിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ താഴെ തന്നെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിലേക്ക് പോകും. സൈറ്റിലേക്ക് പോയിട്ട് യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ നമ്മൾ എന്താണോ തന്നിരിക്കുന്നത് അത് അതേപോലെ കറക്റ്റായി അടിക്കുക. ഒരക്ഷരം പോലും ഹൈഫൺ അടിക്കണം. നമ്പറൊക്കെ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ കറക്റ്റായിട്ട് അടിക്കുക. യൂസർ നെയിം പാസ്വേഡും അടിക്കുക. പാസ്വേഡ് നമ്മൾ അടിച്ച് കറക്റ്റാണെന്ന് പറയും. ഇപ്പുറത്തെ ഈ അമർത്തിക്കാൻ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് തന്നെ അല്ലേ എന്ന്. ആ കണ്ണിൻ്റെ വട്ടം വീണ്ടും അമർത്തിയ പൂവും ചെയ്യും. പിന്നെ റിമെമ്പർ മീ ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. റിമെമ്പർ മീ ടിക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തോട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ലോഗിൻ അടിക്കുക. മീതെ സേവ് വന്നിട്ടുണ്ടാവും, സേവ് അമർത്തുക. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഓൾറെഡി ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവും ട്രീ പ്ലാന്റേഷൻ. അതിനുശേഷം തീമുണ്ട്. അപ്പോൾ തീമിൽ ക്ലിക്ക് ചെയ്യുക. തീം ഒരൊറ്റ തീം തന്നെ ഉള്ളൂ. ആ വരുന്ന തീം കറക്റ്റായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓർഗനൈസർ ഓൾറെഡി വന്നിട്ടുണ്ടാവും. താഴെ സെലക്ട് ലെവലാണ്, അത് അംഗൻവാടി സെൻറ്റർ ലെവലിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അംഗൻവാടി സെൻറ്റർ നിങ്ങളുടെ കറക്റ്റ് അംഗൻവാടി സെൻറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ടീച്ചർ ചെയ്യുന്നുണ്ട്. ആ ടീച്ചറുടെ സെൻറ്റർ നമ്പർ എടുത്തു. എന്നിട്ട് ആക്ടിവിറ്റി എടുക്കുക. ആക്ടിവിറ്റി ട്രീ പ്ലാന്റേഷൻ എലോങ് വിത്ത് പ്ലഡ്ജാണ്. പിന്നെ അതേപോലെ ഡേറ്റ് അറിയാമല്ലോ, 31/8/2024 നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് ഇടുക. പിന്നെ എത്ര പ്ലാൻസ് നമ്മൾ നട്ടു എന്നാണ്. നമ്മൾ ഒരെണ്ണാഴ്ച 1 കൊടുക്കുക, രണ്ടാഴ്ച 2 കൊടുക്കുക, എത്ര ആഴ്ച കൊടുക്കുക. ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി എടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 2 MB കുറവായിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലോഡ് ആവുള്ളൂ. ഇനി താഴെ വരുന്ന നെയിംസ് ഓഫ് ട്രീ പ്ലാന്റഡ്, ഏത് മരമാണോ നട്ടത് ആ മരം സെലക്ട് ചെയ്യുക. ഏറ്റവും ആദ്യം കിടക്കുന്നത് മാംഗോ ആമാണ്. ടീച്ചർ ആം തന്നെയാണ്, മാംഗോനാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ കണ്ടോ ഒന്ന് സെലക്റ്റായി. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരും. അപ്പോൾ ഈ എൻട്രി കറക്റ്റായിട്ടുണ്ട്, നിങ്ങൾ എൻ്റർ ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇതന്നെ നിങ്ങളിപ്പോൾ ഒരു മരമല്ല, നമ്പർ ഓഫ് 2 3 എണ്ണത്തൊട്ട് 2 3 സെലക്ട് ചെയ്യുക. അതേപോലെ താഴെ ഇപ്പോൾ 5 ടൈപ്പ് മരങ്ങളാണുള്ളത്. ഏതാச்சுം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. താഴെ മാംഗോ, അതിനുശേഷം ആംല മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയൊന്നും കിട്ടുന്നില്ല. താഴെ വീണ്ടും ഒരു 3 എണ്ണം ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1 2 മരങ്ങൾ നട്ടവർക്ക് എന്ത് ചെയ്യണം എന്നുകൂടി നമുക്ക് നോക്കി നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മീതത്തെ ഒരു 3 കൊത്ത് കണ്ടോ, ഈ സൈഡിൽ 3 മീതെ ഒരു 3, അതിന് താഴെ എടുത്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ടിക്ക് ചെയ്തതിനെ ആദ്യം ഒന്നുകൂടി ലോഗിൻ ചെയ്യേണ്ടി വരും. ഒരു വട്ടം ലോഗിൻ ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുക. ഇനി ഇപ്പോൾ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. ഒന്ന് കൈ വെച്ച് സൂം ചെയ്താൽ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. എല്ലാം ഡേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും കൊടുക്കുക. ആ കൊടുത്തതിന് ശേഷം ഓൾറെഡി ഒരു എൻട്രി വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ടീച്ചർ ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു എൻട്രി, കാരണം ഇന്നൊരു ടീച്ചർ ആ സെൻറ്ററത്തെ ടീച്ചർക്ക് ഒരു എൻട്രി വരുത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ടീച്ചർ എത്ര ട്രീ എൻട്രി ചെയ്തു വെച്ചാൽ ഇപ്പോൾ 2 എണ്ണം കൊടുക്കുക വെച്ചാൽ അതനുസരിച്ച് നമുക്ക് 2 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 മാംഗോ തന്നെയാണ്, മാങ്ങ തന്നെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാത്രം ടിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, താഴെ കുറേ എണ്ണം ഉണ്ട്. അലോവേറ ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഗ്രൂസ്ബെറി ഉണ്ട്, പേരയ്ക്ക ഉണ്ട്, അതേപോലെ പൊമോഗ്രനേറ്റ് ഉണ്ട്. ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോൾ 1 വന്നു. ഇനി ഒന്നല്ല, നമുക്ക് 5 എണ്ണം കാണുന്നുണ്ട്. ഇതും നമുക്ക് ഏതൊക്കെ വെച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ആം സെലക്ട് ചെയ്യണോ, ആം സെലക്ട് ചെയ്യുക. അപ്പോൾ അലോവേറ സെലക്ട് ചെയ്യണം, അലോവേറ സെലക്ട് ചെയ്യുക. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഈ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാതെ വേറൊരു വഴിയുണ്ട്. വേറൊരു വഴി എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വലിപ്പക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഡെസ്ക്ടോപ്പ് സൈറ്റ് കൊടുക്കാത്ത വേറൊരു വഴിയുണ്ട്. ഇതെല്ലാവർക്കും വേറെ ചെയ്യുന്നതാണ്. നമ്മൾ മീതെ ഡിസ്പ്ലേ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ പോർട്രേറ്റ് കണ്ടിട്ടില്ലേ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതൊക്കെ ഇങ്ങനെ വലിച്ചു ഏറ്റവും മീതെ കേട്ടോ, ഫോണിൻ്റെ ഡിസ്പ്ലേ ഏറ്റവും മീതെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളും വൈഫൈ ഒക്കെ ഉള്ളതില്ലേ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോർട്രേറ്റ് മാറ്റിയിട്ട് ഓട്ടോ റേറ്റ് കൊടുക്കുക. ഓട്ടോ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ച് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് അയക്കാൻ കറക്റ്റ് കിട്ടും. പക്ഷേ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ വ്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്നും കൂടി ഈ സൈഡത്തെ 3 കുത്തമർത്തി, നമ്മൾ ആദ്യം ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ ഇത്തിരി കൂടി ചെറുതായിരിക്കുന്നത്, ആ സൈഡത്തെ 3 കുത്തമർത്തിയിട്ടാണല്ലോ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ ആക്കിയത്. അത് മാറ്റിയിട്ട് വീണ്ടും അത് മാറ്റിക്കാൻ നമുക്ക് പഴയതുപോലെ കിട്ടും. പഴയതിൽ ഈ പോർട്രേറ്റ് വ്യൂയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡത്തെ 3 കുത്തമർത്തിയിട്ട് ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് അൺക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി
നേരെ തിരിക്കുക. പോർട്രേറ്റ് ഉള്ളതുകൊണ്ട് നേരെ തിരിച്ചിട്ട് താഴത്തേക്ക് ആക്കിയാൽ നമുക്ക് 5 എണ്ണം കാണാൻ പറ്റും. 5 എണ്ണം കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാൻ. ഏത് പ്ലാന്റ് ആണോ നിങ്ങൾ നട്ടത് ആ നട്ടത് കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ പോർഷൻ ട്രാക്കർ ലോഗിൻ ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ സൈഡത്തെ 3 കുത്ത് അമർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോകും. നമ്മൾ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡൊക്കെ സേവ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ബാക്കിൽ പോയി ഒന്നുമില്ല. ഇനി ഇവിടെ ഡാറ്റ എൻട്രിയിൽ പോയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ടും നിങ്ങൾക്ക് അമർത്തിയിട്ട് ലോഗിൻ ചെയ്യാവുന്ന ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ അടിച്ച് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതല്ല വാട്സപ്പിൽ പോയിട്ട് അങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ പോയിട്ട് വീണ്ടും ലിങ്കിൽ അമർത്തിയിട്ട് ജസ്റ്റ് കറക്റ്റ് അമർത്തി ഓക്കെ കൊടുത്താൽ വരും. അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്